അതും കൂടെ കാശീനം തിരക്കാം. ഗുഡ് ഈവനിങ്. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ നമ്മളുടെ ഭഗവത്ഗീത അധ്യയനത്തിലേക്ക് സുസ്വാഗതം. നമ്മൾ ഭഗവത്ഗീതയുടെ ഇപ്പം 14-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ കണ്ടത്. അതിൽ ഭഗവാൻ എന്താണ് പറഞ്ഞു തരുന്നത്? ഭഗവാൻ പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ ഈ പ്രകൃതി തത്വത്തിൻ്റെയും പുരുഷ തത്വത്തിൻ്റെയും ഒരു മിക്സ്ചറാണ്. അതിൽ മനുഷ്യർക്ക് മാത്രമാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്നത് അറിയാനുള്ള കഴിവുള്ളത്. അത് എങ്ങനെയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് അതുള്ളത്? നമ്മളിൽ ആ ആത്മബോധം, ആ ബോധമുള്ളത് കൊണ്ട് നമുക്ക് മാത്രമാണ് അതിനുള്ള കഴിവുള്ളത്, ഈ വിചാരം ചെയ്ത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അറിയാനുള്ളത്. അപ്പം ഈ മനുഷ്യര് ഇത് രണ്ടിൻ്റെയും മിക്സ്ചറാണ് അല്ലേ? ഇത് നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതി തത്വത്തിൻ്റെയും ആ സാക്ഷിഭാവത്തിൻ്റെയും മിക്സ്ചറാണ്, ആ സാക്ഷി തത്വത്തിൻ്റെയും മിക്സ്ചറാണ്, ആ മിശ്രിതമാണ് എന്ന് ആ ബോധം. അപ്പം ആ പ്രകൃതി തത്വം എന്നത് ആണ് നമ്മളുടെ ബേസിക് ഇൻഡിവിജ്വാലിറ്റി. അത് നമ്മളൊരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ. ഈഗോ എന്നതായിട്ടല്ല പറയുന്നത്, അഹങ്കാരം, അഹം എന്ന ആ ബോധം. ഈ അഹം എന്ന ബോധത്തിന് 2 തലങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആ അഹം എന്ന ബോധത്തിന്റെ ഒരു ഉന്നത തലവും പിന്നെ ഒരു താഴ്ന്ന തലവും. ഈ താഴ്ന്ന തലം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നും മോശമല്ല. ഉന്നത തലം എന്നത് താഴ്ന്ന തലത്തിനെക്കാട്ടിലും മെച്ചപ്പെട്ടത് അങ്ങനെയല്ല, ഈ രണ്ടും ചേർന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂളിനെക്കാട്ടിലും മോശമെന്നില്ല. അത് 2 തലങ്ങളാണ്. നമ്മളുടെ ഒരു വ്യക്തിത്വം, ആ ഇൻഡിവിജ്വാലിറ്റിയുടെ അല്ലെങ്കിൽ ആ ഐഡന്റിറ്റിക്ക് 2 തലങ്ങളുണ്ട്. ആ ഉന്നത തലത്തിൽ നിന്നും ആ ഉന്നത തലമാണ് ചൈതന്യ സ്വരൂപം. ആ ചൈതന്യ സ്വരൂപത്തിൽ നിന്നും കടമെടുത്തിട്ടാണ് ഈ താഴ്ന്ന തലം നിലകൊള്ളുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു, ഏതിൽ നിന്നാണ് കടമെടുക്കുന്നത്? ആ ബ്രഹ്മം സർവ്വതാ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മതത്വത്തിൽ. അതിന് നിലനിൽക്കാൻ ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. അത് സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. അതേസമയം ഈ പ്രകൃതി തത്വമായിട്ടുള്ള എന്തിനും നിലനിൽക്കണമെന്നുണ്ട്, എന്തിനും അതിനെ ബോധം വരുത്തുന്നത്, ആ ബോധം നമ്മളെ സെൻഷ്യൻ്റ് ആക്കുന്നത് ഈ കടം വാങ്ങിയ ആ ചൈതന്യമാണ്. അതെങ്ങനെയാന്നുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു. ചൂടുവെള്ളത്തിന് ചൂട് കടമെടുത്തിട്ട് കൊണ്ട് മാത്രമാണ് ആ ചൂടുവെള്ളം ചൂടോടെ നിൽക്കുന്നത് എന്ന പോലെ. വെള്ളത്തിന് സ്വതവേ ചൂടില്ല, പക്ഷെ അഗ്നി അതിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും പ്രവേശിപ്പിച്ചിട്ടാണ് ആ ചൂടുവെള്ളം എന്ന തലത്തിൽ നിൽക്കുന്നത് എന്ന പോലെ. അപ്പൊ നമ്മളുടെ അഹംബോധം, അഹങ്കാരം എന്നത് ഒരു പ്രതിബിംബ ചൈതന്യമാണ്. ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് ചൈതന്യം. പിന്നെ നമുക്കുള്ളത് എന്താണ്? അപ്പം നമ്മുടെ അഹംബോധം എന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരമല്ല. ആ ബൊറോഡ് കോൺഷ്യസ്നെസ് ആൻഡ് വാട്ട് വി ഹാവ് ഈസ് അവർ ബോഡി. നമുക്ക് ശരീരമുണ്ട്, അത് നമുക്കറിയാം. ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ആ ബോധമല്ല, അത് ഇറ്റ് ഈസ് ജസ്റ്റ് മാറ്റർ അല്ലേ? ആ രണ്ടും കൂടെ ചേർന്ന ഇതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ സാക്ഷിഭാവത്തിനോ സാക്ഷി തത്വത്തിന് ഒരു തരത്തിലുള്ള ഗുണങ്ങളുമില്ല. അത് ഒറിജിനൽ കോൺഷ്യസ്നെസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ബോറോഡ്. അപ്പം ആ ഒറിജിനൽ
കോൺഷ്യസ്നെസ്, ആ ഒറിജിനൽ ബോധത്തിന്, ആ ശുദ്ധ ബോധത്തിന്, ആ ശുദ്ധ ചൈതന്യത്തിന് ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മളുടെ ശരീരമാണ്. അപ്പം ആ ശരീരം ഒരു മീഡിയമാണ്. ആ മീഡിയത്തിൽ എന്തുണ്ട്? ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പം ഈ റിഫ്ലക്റ്റഡ് മീഡിയമാണ് ഈ ബോഡി തന്നെ. ആ റിഫ്ലക്റ്റഡ് മീഡിയം ആൻഡ് പ്ലസ് റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പൂർണ്ണ അഹങ്കാരം എന്നതാവും. അപ്പം അതെന്ന് വെച്ചാൽ എന്താണ്? ആ സാക്ഷി അംശത്തിന്റെ ഒരു അഹങ്കാരം പ്ലസ് അഹങ്കാര അംശം, ഇത് രണ്ടും തമ്മിൽ നമുക്ക് അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ചാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർന്നതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇരുന്ന് എന്തും നമ്മൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ, എന്തും അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ട്? ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആ ചൈതന്യം കൊണ്ടും, ആ കടം വാങ്ങിയ ആ ചൈതന്യം കൊണ്ടും നമ്മളുടെ ഈ അതിൻ്റെ ഒരു മീഡിയം എന്നുള്ള ഈ ബോഡിയും ചേർന്നിട്ടാണ്, അല്ലെ? ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ അനുഭവങ്ങളെല്ലാം തന്നെ. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, എനിക്ക് വേദനിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ പോയി, ഇതെന്ത് പറയുമ്പോഴും ആ ഞാൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ്. അതേസമയം ആ സാക്ഷിഭാവം എന്ന ആ സാക്ഷി തത്വം എന്ന ആ തത്വം അത് നിർഗുണ അഹങ്കാരമായിട്ടുള്ള തത്വമാണ്. ഹലോ യാ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കേ. ഓക്കെ. അപ്പം നമ്മളുടെ ഈ ശരീരവും മനസ്സും ചേർന്നിട്ടുള്ള ആ മിശ്രിതം അത് സഗുണ ആണ്. അതിനെല്ലാ ഗുണങ്ങളോടും ചേർന്നാണ്, അല്ലെ? സഗുണം എന്ന് വെച്ചാൽ ഗുണങ്ങളോട് ചേർന്നാണ്. ഇറ്റ് ഹാസ് ഗോട്ട് വേരിയസ് ആട്രിബ്യൂട്ട്സ്. അതേസമയം നമ്മുടെ സാക്ഷിഭാവം എന്ന് വെച്ചാൽ അതിന് ഒരു ഗുണങ്ങളെ കൊണ്ടും അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അത് ഗുണങ്ങൾക്കെല്ലാം അപ്പുറമാണ്. അപ്പം എല്ലാ ഗുണങ്ങളും വന്നു ചേരുന്നത് അവിടെ നിന്നാണെങ്കിലും അതിന് ഒരു തരത്തിലുള്ള ഗുണങ്ങൾക്കും കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനും പറ്റില്ല. നമുക്കത് പറയാൻ പറ്റില്ല. അതിന് ആ പരമമായ ചൈതന്യത്തിന് രജോ ഗുണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പരമമായ ചൈതന്യത്തിന് സത്വ ഗുണമെന്ന് പറയാൻ പറ്റില്ല. അത് തമോ ഗുണമെന്ന് പറയാം. ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതിനെല്ലാത്തിനും ഉപരിയാണ് ആ പരമമായ ചൈതന്യം. അപ്പം അതുകൊണ്ട് ആ പരമമായ ചൈതന്യത്തെ ഗുണ അതീതം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അതിനെ ഒന്നുകൊണ്ടും നമുക്ക് നിർവചിക്കാനേ പറ്റില്ല. അത് ഗുണ അതീതമാണ്. അതേസമയം നമ്മളുടെ ഈ അഹങ്കാരം എന്നത് നമ്മളുടെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്, അല്ലെ? ആ കോംപ്ലക്സ് അതിന് ഗുണങ്ങളുണ്ട്. അത് എങ്ങനെയാണ്? ഈ പ്രകൃതിയിലെ എല്ലാത്തിനും ഈ ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഗുണങ്ങൾ? ബേസിക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 3 ബേസിക് ആയിട്ടുള്ള 3 ഗുണങ്ങൾ. ആ ബേസിക് ഗുണങ്ങൾ എല്ലാത്തിലും നമുക്ക് കാണാം. അതാണ് ആ ബേസിക് ആയിട്ടുള്ള 3 ഗുണങ്ങളാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് നമുക്ക് ഏത് ഈവൻ നമ്മൾക്ക് നമ്മുടെയൊക്കെ ഒരു ഭക്ഷണ രീതിയിൽ കൂടി ഫുഡ് ഐറ്റങ്ങളിൽ പോലും നമ്മൾ പറയും. ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എന്താ പറയുക, മിതോഷ്ണമായിട്ടുള്ളൊരു ഭക്ഷണമാണ്, അപ്പൊ അത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാം, മിതോഷ്ണം. അപ്പം അത് വളരെയേറെ അതിനെ ശരീരത്തിന് ചൂട് പിടിപ്പിക്കുന്നതല്ല, വളരെയേറെ അതിനെ തണുപ്പിക്കുന്നതല്ല, അങ്ങനത്തെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളതാണ് ഭക്ഷണം. പല ഭക്ഷണങ്ങളും നമുക്കറിയാം. ഇപ്പം പൈനാപ്പിൾ, പപ്പായ ഇതൊക്കെ വളരെ ചൂട് കൂടുതലുള്ളതാണ്, അല്ലെ? അപ്പൊ അതൊക്കെ രജോ ഗുണമുള്ള സാധനങ്ങളാണ്. അതേസമയം കുറച്ച് തണുത്ത് ഇരിക്കുന്ന മേ ബി ടെൻഡർ കോക്കനട്ട് ഒക്കെ, അതൊക്കെ അതിനും ഭക്ഷണങ്ങൾക്ക് പോലും നമ്മൾ ഗുണങ്ങൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ സാത്വിക് ആഹാരം എന്ന് പറയുമ്പോൾ അതില് ഐ തിങ്ക് ഈ ഓണിയൻ, ഗാർലിക് ഇതൊന്നും ചേർക്കുകയില്ല. ഓണിയൻ, ഗാർലിക് മാത്രമല്ല, ദർ ആർ അതർ സം വെജിറ്റബിൾസ് ഓൾസോ. എനിക്ക് അത്രയ്ക്ക് ഇതിനെ പറ്റിയിട്ട് വിവരമില്ലാത്തതുകൊണ്ട് ഐ തിങ്ക് ബ്രിഞ്ചോൾ, അങ്ങനെ ചില വെജിറ്റബിൾസ് ഒന്നും സാത്വികയിൽ തന്നെ ആഹാരത്തിൽ തന്നെ പെടുത്തുന്നതല്ല. പിന്നെ നോൺ വെജിറ്റേറിയൻ ഡെഫിനറ്റ്ലി അത് രജോ ഗുണ അത് പ്ലസ് മേ ബി വാട്ട് എവർ ഗുണം, എന്തായാലും സത്വഗുണം അല്ല എന്ന് പറയാം. അങ്ങനെ ആഹാരങ്ങളിൽ തന്നെ നമ്മൾ ഈ ഗുണം കാണാം. അതേപോലെ തന്നെ ചെടികളിൽ,
പിന്നെ മൃഗങ്ങളിൽ ഇപ്പോൾ നമുക്ക് പശു എന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നു? പശു നമ്മൾ കൗ എന്നെടുക്കുമ്പോൾ തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു സാത്വികമായിട്ടുള്ള ഒരു മൃഗമാണ് അല്ലേ എന്ന് തോന്നും. അതേസമയം ഒരു ടൈഗറോ ലയൺ എന്നോ പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സാത്വിക അനിമലാണെന്ന് പറയാം. സോ ഈ ഗുണങ്ങൾ ചുരുക്കി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ പറയാൻ വരുന്നത് എന്ന് വെച്ചാൽ എല്ലാത്തിലും നമുക്ക് ഈ 3 ഗുണങ്ങൾ എല്ലാത്തിലും കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗുണം ബേസ് ചെയ്തിട്ട് പറയണമെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ എല്ലാത്തിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ഈ 3 ഗുണങ്ങൾ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ അതിൽ പ്രിഡോമിനന്റ് ആയിട്ട് ഏത് ഗുണമാണ് എന്നതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ പശുവിന്റെ ഒരു കാര്യം എടുത്തു. പശുവിൽ രജോ ഗുണമുണ്ട്, നല്ല കുത്തി ചവിട്ടിയണ പശുക്കളും ഉണ്ട് അല്ലെ, സദാ ആക്റ്റീവായിട്ടുള്ള പശുക്കളുണ്ട്, അതേസമയം സൗമ്യമായിട്ടുള്ള. അപ്പം പൊതുവെ അതിന് സത്വഗുണമാണ് കൂടുതൽ, രജോ ഗുണം കുറച്ച്, തമോ ഗുണം വളരെ കുറവ് എന്നുള്ള ആ ഒരു പ്രപ്പോർഷനിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം ത്രിഗുണ ബേസ്ഡ് ആണ്. പ്രകൃതിയിലെ സർവ്വതിനും ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ന് വെച്ചാൽ എല്ലാത്തിലും ത്രിഗുണങ്ങളുണ്ട്. അതിന്റെ പ്രിഡോമിനൻസ് ഏതാണെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും ആ ഗുണ ആണ് അതിൽ കൂടുതൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം മനുഷ്യരിലും ഇനി നമ്മൾ പറയുന്നത് ഈ മനുഷ്യരുടെ കാര്യം മാത്രമാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ പശു അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കുറച്ച് രജോ ഗുണമുള്ള പശു ആണെങ്കിലും വലിയ പ്രശ്നം. പക്ഷെ അതേസമയം മനുഷ്യരിൽ ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ഓരോ ഗുണങ്ങളും നമ്മൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ആ ഓരോ ഗുണങ്ങൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഗുണങ്ങളുടെ പ്രപ്പോർഷനെ നമുക്ക് എങ്ങനെ മാറ്റാം, അത് മാറ്റിയാൽ കൊണ്ട് എന്താ ഗുണം, മാറ്റിയില്ലെങ്കിൽ എന്താണ് എന്നതൊക്കെയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളുടെ ഒറിജിൻ എന്താണ്, നമ്മുടെ സോഴ്സ് എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നമ്മൾ എന്തുകൊണ്ട് അഹം ബ്രഹ്മം അസ്മി എന്ന് പറയുന്നതിന്റെ ആധാരം എന്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അഹം ബ്രഹ്മം അസ്മി എന്ന് പറഞ്ഞ് ആ ബ്രഹ്മമായിട്ടുള്ള നമുക്ക് എന്തുകൊണ്ടാണ് ഈ അഹം ബ്രഹ്മം അസ്മി എന്നുള്ള ബോധം നമ്മൾക്ക് നിഷ്ഠമായിട്ടിരിക്കാതെ, നമ്മളിൽ ഉറച്ചു നിൽക്കാത്തത് എന്തുകൊണ്ടാണ്, അതിന് കാരണം ഈ അഹം ബ്രഹ്മം അസ്മി എന്നത് മാത്രം അല്ല, നമ്മൾ വി ആർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദാറ്റ് പുരുഷ ആൻഡ് പ്രകൃതി ഓൾസോ. അപ്പൊ ആ പ്രകൃതി ഭാഗം കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിലെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആ ഭാഗത്തില് ദാറ്റ് പാർട്ട് ഓഫ് അവർ സെൽഫ് which we can do something about, because the other part ആ പുരുഷ തത്വത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. You don't have to do anything. That is perfect as it is. Okay, നമ്മൾ ചെയ്യേണ്ട ഭാഗം ഈ ഭാഗത്താണ്. അപ്പൊ ഈ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്, why should we do that, and if we do, what is the benefit out of it, if we don't do, what are the consequences എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഭഗവാൻ ഈ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതിന്റെ ആവശ്യകത അതിനെപ്പറ്റി പറഞ്ഞു തരാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പഠിച്ചു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഈ ത്രിഗുണങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, തൊടുന്നതായിട്ട് എല്ലാത്തിലും, വസ്തുക്കൾക്ക്, അനിമൽസ്, പ്ലാന്റ്സ്, ഈവൻ നമ്മളുടെ സനാതന ധർമ്മപ്രകാരം നദികൾക്ക്, മലകൾക്ക്, പുഴകൾക്ക്, നദികൾക്ക്, മലകൾക്ക്, മരങ്ങൾക്ക്, എല്ലാത്തിനും എവറിത്തിങ് ഹാസ് ഗോട്ട് ത്രിഗുണം. ഓക്കെ, ഇപ്പോൾ ചില സ്ഥലങ്ങൾക്ക് പോലും ഈ പ്രിഡോമിനൻസ് ഉണ്ട്. സത്വഗുണ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, രജോ ഗുണ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, തമോ ഗുണ പ്രധാനമായിട്ട്. സോ എവറിഥിങ് ഇൻ പ്രകൃതി, ഇൻ ദിസ് പ്രപഞ്ചം ഹാസ് ഗോട്ട് ഓൾ ദിസ് 3 ക്വാളിറ്റീസ്. വാട്ട് ഡിഫേഴ്സ് ഇസ് ദ പ്രപ്പോർഷൻ ഓഫ് ഇറ്റ്. ഓക്കെ, ആ പ്രപ്പോർഷൻ അനുസരിച്ച് അതിനെ നമ്മൾ അങ്ങനെ പറയും. സത്വഗുണ പ്രധാനമായിട്ടുള്ളവര്, രജോ ഗുണ പ്രധാനികളായിട്ട് ഉള്ളവര്, തമോ ഗുണ പ്രധാനികളായിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു സാത്വികനാന്ന് പറയുമ്പോൾ അയാൾക്ക് മറ്റു 2 ഗുണങ്ങൾ ഇല്ല എന്നൊരിക്കലും കരുതരുത്. ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്ന ഗുണം അതാണ്. ഇപ്പൊ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സത്വഗുണ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഒരു 70% സത്വഗുണമായിരിക്കും, ഒരു 20% രജോ ഗുണമായിരിക്കും, 10% തമോ ഗുണമായിരിക്കാം, ആൻഡ് വിച്ച് എവർ കോമ്പിനേഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ വ്യക്തികളെ കാറ്റഗറൈസ് നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ സ്വാമിജിമാരൊക്കെ പറയും, അതിപ്പോൾ അവര് സ്വാമിജിമാരെന്ന് ഒരാളെയും മോശം പറയില്ല, എത്രേ പറയുള്ളൂ, വല്ലാതെ
ബഹളം വെച്ചിട്ട് ചാടി ഓടി നടന്ന് എല്ലാത്തിലും വർത്തമാനം പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ അവർ കുറച്ച് രജോ ഗുണ പ്രധാനികളാണ് എന്നാ പറയുള്ളൂ. അപ്പോൾ നമ്മൾ കേൾക്കുന്നവർക്ക് വിചാരിക്കും ഓ സംതിങ് ടു ഡു വിത്ത് അവർ വലിയ രാജാക്കന്മാരാണെന്നൊക്കെ വിചാരിക്കും. സോ അവരങ്ങനെ പറയാ. ഇനി വളരെ ഒന്നിലേക്കും ഒരു താല്പര്യമില്ലാതെ ഇപ്പൊ ഒരു സത്സംഗത്തിൽ വന്നിരുന്നാലും നല്ലപോലെ ഉറങ്ങുന്ന വ്യക്തികളെ ആവുമ്പോൾ അവർ പറയും അത് കുറച്ച് തമോ ഗുണപ്രധാനികളാണ്. അവരങ്ങനെയാണ് അതായിട്ട് പറയുള്ളൂ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഇസ് ബിക്കോസ് ദേ ഹാവ് ലേൺഡ് ഇറ്റ്. അവർ ഭഗവത്ഗീത അസലായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളും ആൾക്കാരെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും ബിക്കോസ് വാട്ട് വിച്ച് ഗുണ ഈസ് പ്രിഡോമിനന്റ് ഇൻ സച്ച് പീപ്പിൾ. ഭഗവാൻ പറയാണ്. അപ്പം ഇപ്പം പറയണെങ്കിൽ ഓ വളരെ സാത്വികനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാലും ഏത് ആൾക്കാരെയും നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ ഈ മൂന്ന് കാറ്റഗറിയിലാണെങ്കിലും അതിന് പ്രശ്നമാണ് എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് സത്വഗുണം ഉള്ളവരെ സാത്വിക അഹങ്കാരം നമ്മളെ ബാധിക്കും. അതുപോലെ രജോ ഗുണം ഉള്ളവർക്കാണെങ്കിലോ രാജസിക അഹങ്കാരം ഉണ്ടാവും. തമോ ഗുണമുള്ളവർക്ക് താമസിക അഹങ്കാരം. അപ്പം ഈ മൂന്ന് അഹങ്കാരവും നമുക്കറിയാം. പൊതുവെ അഹങ്കാരം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ വിചാരിക്കും വലിയ ആള് എന്നുള്ള വിചാരം. അങ്ങനെയല്ല. ശരിക്കും അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മളുടെ അടിമത്വമാണ്. വി ആർ അഡിക്റ്റഡ് ടു സംതിങ്. അതാണ് വി ആർ അഡിക്റ്റഡ് ടു ദോസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എപ്പോഴും ഞാൻ പറയണത് നമ്മളുടെ അനിഷ്ടങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയാണ്. ആ അടിമപ്പെടുന്നതാണ് നമ്മളെ അഹങ്കാരമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ മൂന്ന് തരമുള്ള ഗുണങ്ങളും നമ്മളെ അടിമപ്പെടുത്താൻ കഴിവുള്ളവരാണ്. അപ്പം നമ്മളെ അടിമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താ? അടിമകളുടെ ഒരു സിമ്പല് തന്നെ ചങ്ങലയാണ് അല്ലെ? ചങ്ങലക്ക് ഇട്ടിട്ടുണ്ടാവും അടിമകളെ. അപ്പം ഈ സത്വഗുണ പ്രധാനികളെ കാലിൽ കിടക്കുന്നത് എങ്ങനത്തെ ചങ്ങലയാണ്? അത് സ്വർണത്തിന്റെ ചങ്ങലയായിരിക്കും. രജോ ഗുണ പ്രധാനികളുടെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളിയുടെ ചങ്ങലയായിരിക്കും. തമോ ഗുണ പ്രധാനികളുടെ അപ്പൊ ഇരുമ്പിന്റെ ചങ്ങലയായിരിക്കും. മാത്രം വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഏത് ചങ്ങലയാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതില് ഒരു ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ഏത് ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ബന്ധനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് ഈ ചങ്ങലകളിൽ നിന്നും മോചനം വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അവർക്കും അപ്പുറം നമ്മൾ കിടക്കണം. വി ഹാവ് ടു ട്രാൻസെൻഡ് ദീസ് ഗുണാസ്. എന്നിട്ട് ആ ഗുണാതീതമായ ആ സാക്ഷി തത്വമായിട്ട് നമ്മൾ ചേരണം. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ന് അറിയണം. അപ്പം അതിന് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ നമ്മളിലുള്ള ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾക്ക് അതീതരായിട്ട് ആവാനും സാധിക്കുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉദാഹരണം എപ്പോഴും പറയുന്നത് തന്നെയാണ്. ഒരു പോൾ വാൾട്ട് കളിക്കാരൻ എങ്ങനെയാണോ ആ പോള് ഉപയോഗിച്ച് അപ്പുറത്തേക്ക് ചാടുന്നത്, അപ്പൊ അപ്പുറത്തേക്ക് അയാൾ ചാടാനായിട്ട് ആ പോൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അവിടേക്ക് ആ ഹൈറ്റിൽ എത്തുന്നതോടുകൂടി ആ പോള് ഉപേക്ഷിക്കുന്നു. അത് ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല അല്ലെ? അതേപോലെയാണ്. അപ്പൊ ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുണ അതീതരാവണം. അപ്പം ആ ഗുണങ്ങളെ മറികടക്കണം. അത് ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അപ്പം ഇത് പഠിപ്പിക്കാൻ ഭഗവാൻ ഈ 5-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങി എന്താണ് ഈ ഗുണങ്ങളെന്ന് പറയാൻ ഇനി 18-ാമത്തെ ശ്ലോകം വരെയും ഇതിന്റെ ഒരു അനാലിസിസ് ആൻഡ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. 5-ാമത്തത് മുതൽ 18-ാമത്തെ ശ്ലോകം വരയ്ക്കും. അപ്പൊ നമുക്ക് 5-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിക്കൊണ്ട് പുനരാരംഭിക്കാം. ഭഗവത്ഗീത 14-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. അപ്പൊ ഇവിടെ കേട്ടാൽ തന്നെ നമുക്കറിയാം. സത്വം രജസ് തമ ഇതി ഗുണാഹ. സത്വം രജസ് തമസ് ഇതി ഇങ്ങനെയുള്ള ഗുണങ്ങള് എങ്ങനെയാണ് ഇവിടുന്ന് ഉണ്ടാവുന്നത്? പ്രകൃതി സംഭവാഹ. നമ്മളിൽ 2 ഭാഗമുണ്ട്, പ്രകൃതിയുണ്ട് പുരുഷനുണ്ട്. അതിലെ പ്രകൃതി ഭാവത്തു നിന്നാണ് ഇത് മൂന്നും ഉണ്ടാവുന്നത്. നിബധ്നന്തി മഹാബാഹോ. ഇത് നമ്മളെ മഹാബാഹോ എന്ന് അർജുനെ അഭിസംബോധന ചെയ്യാണ്. എന്താ വെച്ചാൽ വലിയ കൈകളുള്ള വലിയ കൈകളുള്ള ആൾക്ക് ചങ്ങല പൊട്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ഭഗവാൻ ഓരോ അഭിസംബോധനയും വളരെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിനക്ക് സാധിക്കുന്നതാണ്. അപ്പം അത് എന്ത് ചെയ്യുന്നു? ഈ 3
പ്രകൃതി സംഭവങ്ങളായിട്ടുള്ള ഈ 3 ഗുണങ്ങളും ഈ നാശരഹിതമായിട്ടുള്ള ദേഹീയാം അവ്യയം, നാശരഹിതമായിട്ടുള്ള ആ ദേഹി ഉള്ള ആ ജീവാത്മാവ്, നമ്മുടെ ദേഹി ഇരിക്കുന്ന ഈ ദേഹത്തില് നമ്മളെ ബന്ധിച്ചു കളയുന്നു. നിബധ്നന്തി, നമ്മളെ ബന്ധിക്കുന്നു എന്ന് പറയാണ്. അപ്പം ഈ ദേഹിനം എന്നുവെച്ചാൽ അഹങ്കാര പ്രധാനമായിട്ടുള്ള ഈ ജീവാത്മാവ് അല്ലെ, നമ്മുടെ ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അഹങ്കാരമാണ് പ്രധാനമാണ്. അപ്പം അതിന് ഈ 3 ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് അതിനെ അത് നിബധ്നന്തി, അതിനെ ബൈൻഡ്സ് അസ് ഡിഫറെന്റ്ലി, 3 തരത്തിൽ നമ്മളെ ബൈൻഡ് ചെയ്യുന്നു. 3 തരത്തിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ഓരോന്നും നമ്മളെ ബൈൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ഒരു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, സത്വഗുണമുള്ള ഒരാൾക്ക് എപ്പോഴും ആ ഒരു ക്വൈറ്റിറ്റ്യൂഡ്, സൈലൻസ്, പീസ് ഓഫ് ട്രാങ്ക്വിലിറ്റി, ഇതൊക്കെ ആയിരിക്കും താല്പര്യം. അവർക്ക് ജ്ഞാന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും താല്പര്യം. അപ്പം അവരെ സംബന്ധിച്ച് ആ ജ്ഞാനപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം അതൊരു ബന്ധനം തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ രജോ ഗുണ പ്രധാനികൾക്ക് അവർക്ക് കർമ്മപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് താല്പര്യം ഉണ്ടാവുക. അപ്പം അവരെ സംബന്ധിച്ച് അവരൊരു സൈലന്റ് ആയിട്ടൊരു സ്ഥലത്ത് അവരോട് സംസാരിക്കാൻ പറ്റാത്തതോ അവരോട് സംസാരിക്കാത്ത ഒരു അവസ്ഥ അവർക്ക് താങ്ങാൻ പറ്റില്ല. അവർക്ക് ആൾക്കാര്, ബഹളം, ആക്ടിവിറ്റി, കർമ്മപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥകളായിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ അത് കിട്ടാതിരിക്കുമ്പോൾ അവർ ഡിസ്റ്റർബ് ആയിരിക്കും. ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയാണ് തമോ ഗുണ പ്രധാനികൾക്ക്. അവർക്ക് വളരെ ആലസ്യം, നിദ്ര എന്ന അവസ്ഥ, എന്തിനും ഒരു വളരെ ഇനേർഷ്യ, ഒരു കാര്യങ്ങൾ തുടങ്ങാനും പിന്നെ എല്ലാത്തിനും ഒരു കെയർലെസ്നെസ്, ഒരു ഉത്തരവാദിത്തക്കുറവ്, അതാണ് അവരുടെ ഒരു ലക്ഷണം. അപ്പം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഞാനോ എനിക്കോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് നിങ്ങളത് ചെയ്യുന്നത്. അവർക്ക് ഒന്നുകിൽ ഉറങ്ങുക അല്ലെങ്കിൽ either they will be sleeping or they are sleepy എന്നാണ്. ഒന്നുകിൽ ഉറക്കം അല്ലെങ്കിൽ ആ ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥ, അത് മാത്രമാണ് അവർക്ക് താല്പര്യം. മറ്റു 2 അവസ്ഥയും അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവർക്ക് അപ്പം വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ആ ഗുണങ്ങൾക്ക് ഈ വ്യക്തികൾ അടിമപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം, എനിക്ക് അതേ പറ്റുള്ളൂ. അപ്പം അതാണ് ആ ബന്ധനം എന്ന് പറയുന്നത്. തുടർന്ന് 6ാമത്തെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘാ. ഇവിടെ മുതല് ഈ 3 ഗുണങ്ങളുടെ ഒരു പഠനമാണ്. ഓക്കെ, അതിനെ ഇപ്പം നമ്മൾ പൊതുവെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം അതെന്താണ് എന്ന് അറിയണം അല്ലേ, വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി. അപ്പം നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ, ടോപ്പിക്ക് കാര്യം പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഡിഫൈൻ ഹീറ്റ്, ഡിഫൈൻ മാസ്, ഡിഫൈൻ എർത്ത്, ഇങ്ങനെയാണ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്താണ്, അതിൻ്റെ ലക്ഷണം, വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അതെങ്ങനെ നമ്മളെ ബന്ധിക്കുന്നു. അപ്പൊ ഗുണങ്ങളുടെ ഡെഫിനിഷൻ എന്താണ്, രണ്ടാമത്തെ ടോപ്പിക് എന്താണ്, അതെങ്ങനെ നമ്മളെ ബന്ധിക്കുന്നു. അപ്പോൾ ബന്ധന പ്രകാരം, ഫസ്റ്റ് തിങ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം, രണ്ടാമത് അതിന്റെ ബന്ധന പ്രകാരം എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത്, മൂന്നാമത്തെ അതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാം, ഹൗ വി ക്യാൻ ഐഡന്റിഫൈ. ഓക്കെ, ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ അതിനെ പറയുന്നതാണ്, നമുക്ക് എന്ത് വെച്ച് അതിനെ മനസ്സിലാക്കാം എന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ലിംഗം. എന്ന് പറയുമ്പോൾ ബൈ ദാറ്റ് വിച്ച് സംതിങ് ഈസ് നോൺ. അപ്പൊ നമ്മളുടെ സനാതന ധർമ്മത്തില് ആ ഈശ്വരൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് മിക്സ്ചർ ഓഫ് പ്രകൃതി പുരുഷ എന്നുള്ളതാണ് നമ്മുടെ ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരനെ വെച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. അതുകൊണ്ടാണ് ലിംഗം, നമ്മളെ ശിവലിംഗം എന്ന് പറയുന്നത് അതാണ്. സോ ലിംഗയതേ ഇത് ലിംഗം, with which can identify our origin, what we call as the creation of the creator of the creations. അപ്പോൾ അതാണ് അവിടെ ആ ലിംഗം എന്ന വാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ
എങ്ങനെ ഹൗ വി ക്യാൻ ഐഡന്റിഫൈ, അതിനാണ് ആ ലിംഗം എന്ന് പറയുന്നത്. അപ്പം സോ വെൻ വി സ്റ്റഡി അബൌട്ട് എനിത്തിങ് വി ഷുഡ് ഹാവ് ദ ലക്ഷണം, ഡെഫിനിഷൻ ഓഫ് ദാറ്റ്. ദെൻ സെക്കൻഡ് തിങ് ദ മെത്തേഡ്, ടു ഹൗ ഇറ്റ്, അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു. ഓക്കെ, ഹൗ ഇറ്റ് ബൈൻസ്, ഹിയർ ഇറ്റ് ഈസ് എങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നുള്ളത്. അതിനെന്താ പറയുക, അതിന് ബന്ധന പ്രകാര. ഇനി അതിനെ നമുക്ക് എങ്ങനെ അറിയാം, ഇൻഡിക്കേഷൻ, what are the clues or indications, അതിനെ ലിംഗം എന്ന് പറയും, വിത്ത് വിച്ച് വി ക്യാൻ നോ. ഇനി നാലാമത്തെ അതിൻ്റെ ഗതി. ഗതി എന്ന് വെച്ചാൽ അത് ഏത് പാതയിലാണ് സഞ്ചരിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഈ ഗുണങ്ങളല്ലേ, അപ്പം ഒരു മരണാനന്തര പ്രയാണം, അതിൻ്റെ ഗതി എന്ന് വെച്ചാൽ പ്രയാണമാണ്, അതിൻ്റെ ട്രാവലാണ്. ഓക്കെ, മരണാനന്തരം എങ്ങനെ അത് സഞ്ചരിക്കും. പിന്നെ ഈ ഗുണം കൊണ്ട്, ഓക്കെ, ഈ ഗുണത്തിൻ്റെ ഡോമിനൻസ് കൊണ്ട് അത് എന്താണ് നമുക്ക് അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്. അപ്പം ആ ഫലം, ആ സത്വ ഗുണത്തിൻ്റെ ഫലം എന്താണ്, രജോ ഗുണത്തിൻ്റെ ഫലം എന്താണ്, തമോ ഗുണത്തിൻ്റെ ഫലം എന്താണ്. അപ്പം ഈ ഫലം എന്നത് 2 തലത്തിലാണ്. ഒന്ന്, നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ഫലം എന്നത്. രണ്ടാമത് മരണശേഷമുള്ള ഫലം. ഇപ്പം 2 തലത്തിലും നമുക്ക് അത് നോക്കാം. അപ്പോൾ 6ാമത്തെ ഈ ശ്ലോകത്തില് സത്വഗുണത്തിൻ്റെ ലക്ഷണം, സത്വഗുണത്തിൻ്റെ ബന്ധനപ്രകാരം. പിന്നെ 7ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിൻ്റെ ലക്ഷണം, രജോ ഗുണത്തിൻ്റെ ബന്ധനപ്രകാരം. 8ാമത്തെ ശ്ലോകത്തിൽ തമോ ഗുണത്തിൻ്റെ ലക്ഷണം, തമോ ഗുണത്തിൻ്റെ ലക്ഷണ ബന്ധന പ്രകാരം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ് സത്വ അഹങ്കാരം. സത്വം എന്ന് പറയുമ്പോൾ സത്വഗുണം, നമുക്ക് സത്വ അഹങ്കാരം, ഒരു സത്വഗുണ പ്രൊമിനൻ്റ് ആയ പേഴ്സണെയാണ് സത്വ അഹങ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, സാത്വിക അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സത്വഗുണ അഹങ്കാരമായ ഒരാൾ എങ്ങനെയാണ് ഉണ്ടാവുക, തത്ര സത്വ അഹങ്കാരം നിർമ്മലത്വാത് എന്ന് വെച്ചാൽ അത് ശുദ്ധമായിട്ടുള്ള ആ നിർമ്മലത്വാത്, നമ്മൾ യാതൊരു തരത്തിലുള്ള, അത് നിർമ്മല സത്വമാണ്, ശുദ്ധമായ സത്വഗുണം എന്ന് വെച്ചാൽ അവിടെ മറ്റ് 2 ഗുണങ്ങളുണ്ട് അല്ലേ. ഈ സത്വഗുണ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു മറ്റു 2 ഗുണങ്ങളും ഉണ്ട്, അതില്ലാത്ത ഒന്നുമില്ല, 3 ഗുണങ്ങളും ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. പക്ഷെ പ്രോമിനൻസ് എന്ന് പറയുന്നത് സത്വഗുണമാണ്. ഒരു സെക്കൻഡ്. പ്രോമിനൻസ് ഇതാണ്. അപ്പോൾ ആ പ്രോമിനൻസ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക, അതുകൊണ്ട് പ്രോമിനൻസ് അതായത് കാരണം മറ്റ് 2 ഗുണങ്ങൾക്കും ഇതിനെ മലിനപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു വളരെ ശുദ്ധമായ പാലിൽ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു സ്പൂൺ മോരൊഴിച്ചാൽ മതി, അത് ആക്ച്വലി പാലല്ലാതെ ആയിത്തീരും, അത് മലിനപ്പെടും. അതുപോലെ ഈ സത്വഗുണമുള്ള വ്യക്തിയിൽ മറ്റു 2 ഗുണങ്ങളുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. പക്ഷേ ഈ സത്വഗുണം കൂടുതലായത് പ്രഡോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 ഗുണങ്ങൾക്കും ഇതിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ എന്തെങ്കിലും ലേസിനെസ് പരമായിട്ടുള്ളൊരു ആസ്പെക്റ്റ് വരുമ്പോൾ അവർ തന്നെ അവരോട് പറയും, അത് ശരിയല്ല, ഓക്കെ, നമുക്ക് ഈ സമയം ജ്ഞാനപ്രധാനമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഷൗട്ട് ചെയ്യേണ്ട ഒരു സമയം വരികയാണെന്നൊക്കെയാ, എന്തിനാ വെറുതെ ബഹളം വെച്ചിട്ട് എന്ന് അവർക്ക് തന്നെ അവരെ പറയാനുള്ള ആ ജ്ഞാനമാണ് ഇവരുടെ പ്രധാന ഗുണം അല്ലേ. അപ്പം ജ്ഞാനം കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ നിർമ്മലത്വം, മറ്റു 2 ഗുണങ്ങളും അതിനെ കണ്ടാമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് അത് നിർമ്മല സത്വം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രകൃതം എന്താണ്, അവരുടെ പ്രകൃതം പ്രകാശകം നിർമ്മലത്വ. പിന്നെ അവരുടെ ഇത് പ്രകാശകമായിരിക്കും എന്ന് വെച്ചാൽ, പ്രകാശകം എന്ന് പറഞ്ഞാൽ ഒരു 100 വാട്ട് ബൾബ് പ്രകാശിക്കുകയല്ല, അവരുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അവരുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. എന്താണ്, അവരുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അവർക്ക് ആ തമോ ഗുണം കൊണ്ട് അവരെ അധികം ബാധിക്കപ്പെടില്ല. ഇപ്പൊ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പഠിക്കാൻ സ്വതവേ താല്പര്യമുള്ള കുട്ടികൾ സത്വഗുണ പ്രധാനികളായിരിക്കും. അതേസമയം കളിക്കാൻ നല്ല താല്പര്യമുള്ളവര് രജോ ഗുണ പ്രധാനികളായിരിക്കും. അത് 2നും താല്പര്യമില്ലാത്ത കുട്ടികളും ഉണ്ടാവും, അവര് തമോ ഗുണ പ്രധാനികളായിരിക്കും. അപ്പം
ഈ ഇപ്പം ഒരു സത്വ ഗുണമുള്ള രജോ ഗുണം ആണ് ഈ സത്വഗുണത്തിനെ പൊല്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? അവരുടെ മനസ്സ് വളരെ വേവറിങ് ആയിരിക്കും, വാണ്ടറിങ് ആയിരിക്കും. ആൻഡ് അവർക്ക് പക്ഷെ ഇവിടെ പൊല്യൂട്ട് ചെയ്യാത്തത് കൊണ്ട്, കണ്ടാമിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർ പ്രകാശാത്മകമായിരിക്കും. ആൻഡ് ഓൾസോ അത് നിരാമയം. നിരാമയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ആമയം. ആമയം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെയിൻ, സ്ട്രെസ്. അപ്പം അത് വെച്ചാൽ നിരാമയം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ട്രെസ്, ആങ്സൈറ്റി ഇതൊക്കെ കൂടുതലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആക്ച്വലി രജോ ഗുണത്തിൻ്റെയാണ്. അപ്പോൾ ആ രജോ ഗുണത്തിലേക്ക് പൊതുവെ പറഞ്ഞാൽ ദേ വിൽ ബി പ്രകാശാത്മകം ആൻഡ് നിരാമയം. ഇതാണ് സത്വഗുണ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നേച്ചർ. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദേ വിൽ ബി ബ്രൈറ്റ് ആൻഡ് കാം. നമ്മൾ ഇംഗ്ലീഷിലും പ്രകാശാത്മകം എന്ന് പറയുന്നത് ദാറ്റ് ഗൈ ഈസ് വെരി ബ്രൈറ്റ്, ദാറ്റ് ലേഡി ഈസ് ബ്രൈറ്റ്, ദാറ്റ് ഗേൾ ഈസ് ബ്രൈറ്റ് എന്ന പ്രകാശാത്മകം അതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് നിരാമയം, കാമായിരിക്കും. അപ്പോൾ സത്വഗുണത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ പ്രകാശാത്മകം ആൻഡ് നിരാമയമാണ്. ഇംഗ്ലീഷിലാവുമ്പോൾ ബ്രൈറ്റ് ആൻഡ് കാം. ഇനി അപ്പം അങ്ങനെ ബ്രൈറ്റ് ആൻഡ് കാം ആയിട്ടുള്ള മനസ്സിൽ എന്തായിരിക്കും? എളുപ്പമാണ്. ദേ ക്യാൻ അബ്സോർബ് മോർ, ദേ ക്യാൻ ലേൺ മോർ. കൂടുതൽ അവർക്ക് ഒരു സെൽഫ് അനാലിസിസ്, ഇൻട്രോസ്പെക്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ എന്താണ് പ്രശ്നം? എന്താണ്? ഈ ഇതേ ഗുണങ്ങൾ നമ്മളെ ബന്ധിതരാക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സെപ്പോഴും ആ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിനായിട്ട്, ശാന്തം പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ആയിരിക്കുക. അതേപോലെ തന്നെ അവർക്ക് സെക്ലൂഡഡ് ആയിട്ട് സോളിറ്റ്യൂഡ് താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവർ കാക്ഷിക്കുക. അവർക്ക് അല്ലേ? പക്ഷേ ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റൂ? വളരെ ശബ്ദങ്ങൾ കുറച്ച്, ഒരു സിറ്റി ലൈഫിൽ തന്നെ അത് സാധിക്കുമോ? ശബ്ദങ്ങളെല്ലാം കുറവായിട്ട്, അതും അധികം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, അതൊക്കെ ഇന്നത്തെ ലോകത്തിൽ സാധിക്കുന്ന ഇതാണ്. അപ്പം അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ കൂടെ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് കടന്നു പോകേണ്ടി വരും. അങ്ങനെ അപ്പം അവർക്ക് താല്പര്യമില്ലാത്ത ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബിക്കോസ് ദേ ആർ സോ അഡിക്റ്റഡ് ടു ക്വൈറ്റിറ്റ്യൂഡ് ആൻഡ് സെക്ലൂഷൻ. ഒരു കുടുംബത്തിൽ തന്നെ ഒരാൾ നല്ലവണ്ണം ഒരു പാട്ട് വെച്ചു എന്ന് വെച്ചു, ഏത് പാട്ടോ ആയിക്കോട്ടെ, ഒത്തിരി കൂടുതൽ ശബ്ദത്തിൽ വെച്ചു, അത് കുറച്ച് അധികം സമയം വെച്ചു, കഴിഞ്ഞു, അവരുടെ കൺട്രോൾ മുഴുവനും പോകും. ഇറ്റ് വിൽ ബി വെരി ഡിസ്റ്റർബിങ് ഫോർ ദം. പക്ഷേ ഒരു ലിബറേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലോ അയാൾക്കറിയാം എൻ്റെ ശാന്തതയും എൻ്റെ സന്തോഷവും ഈ പുറമേയുള്ള വസ്തുക്കളിലോ പുറമേയുള്ള അന്തരീക്ഷത്തിലോ പുറമേയുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തിലോ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേണ് നമ്മൾ എന്ത് പറ്റുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ ഗുണത്തിൻ്റെ മാസ്റ്ററായി, അല്ലെങ്കിൽ what we are generally, we are the slaves of the same guna, whether it is sattvic also. അപ്പം ഭഗവാൻ പറയാണ് സുഖസംഖ്യേന ബധ്നാതി. അപ്പം ഈ സുഖം എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ പറഞ്ഞ സുഖം എന്ന അവസ്ഥ പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്? ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, ബഹളമൊന്നുമില്ലാത്ത അവസ്ഥ, അതിന് ആ സുഖം എന്ന് പറയുന്നത്. അപ്പൊ ആ സുഖം ഇവർക്ക്, ആ സുഖമായിട്ടുള്ള സംഘം ഇവർക്ക് ബോണ്ടേജാണ്. ഓക്കെ, അതവർക്കൊരു നിർബന്ധമാണ്. പിന്നെയോ രണ്ടാമത്തെ ഇവരുടെ ബോണ്ടേജ് എന്താണെന്നറിയോ? ജ്ഞാനസംഖ്യേന. ഇവർക്ക് അപ്പം സുഖസംഘവും ജ്ഞാനസംഘവും ഇത് രണ്ടുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആയി. ഈ രണ്ടും അവരെ എന്തുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയല്ലോ? നമ്മളുടെ ബന്ധനമാണ്. ജ്ഞാനസംഖ്യേന ജായതി. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തിത്വങ്ങൾക്ക് എന്താണ് അടുത്തൊരു ദാഹം, അവരുടെ തീരാത്ത ദാഹം എന്ന് പറഞ്ഞാൽ നോളജിനുള്ള ദാഹമാണ്. അവർക്ക് കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിവുകൾ നേടണം എന്നുള്ള സദാ ഒരു ദേ ഹാവ് ദ ഗ്രീഡ് ഫോർ നോളജ്. ഓക്കെ, അവർക്ക് എത്ര പഠിച്ചാലും അറിഞ്ഞാലും പോരാ, പിന്നെയും ഒരു ബുക്ക് സ്റ്റോളിൽ കയറി 4 ബുക്കും കൂടെ വാങ്ങും വേറൊരു ഭാഗത്തുനിന്ന് എന്നാണ്. പക്ഷെ എന്താ അപ്പം അവിടെ എന്താ പ്രശ്നം? ഈ ജ്ഞാനത്തിനും നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമല്ല, അത് ആലോചിക്കണം. ആത്മജ്ഞാനത്തിനല്ല കാര്യമല്ല പറയുന്നത്, നമ്മളുടെ ഭൗതികമായിട്ടുള്ള ജ്ഞാനത്തിനാണ്. ഓക്കെ, അതിനാണ് നമ്മൾ പഠിച്ചു. ഭൗതികമായിട്ടുള്ള ഏത് ജ്ഞാനത്തിനും പറയുന്ന പേരാണ് അപരാവിദ്യ. ആത്മജ്ഞാനത്തിന്റെ പേരാണ് പരാവിദ്യ. ഇവിടെ അപരാവിദ്യക്ക് അഡിക്റ്റഡ് ആയിരിക്കും. അത് അറിയണം, ഇത് പഠിക്കണം, ഇത് പഠിക്കണം. പക്ഷെ ഓരോന്നും പഠിച്ച് നമ്മൾ ആ ജ്ഞാനം നേടുന്തോറും നമുക്ക് മനസ്സിലാവും ഇനിയും പഠിക്കാൻ ധാരാളം കിടക്കുന്നു. ഇത്രയും ജന്മത്തിൽ ഈ ഇവിടെ ഉള്ള അറിവുകളുടെ, വിദ്യകളുടെ ഒരു അംശം പോലും നമുക്ക് തൊടാൻ പറ്റില്ല എന്നുള്ള
ആ ഒരു അറിവുണ്ടാവും. അപ്പൊ എന്തുണ്ടാവും, സദാ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അവർക്ക് ഉണ്ടാവും അതിനോട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ആ ബോധ്യം വരും. അത് രജോ ഗുണക്കാര് എങ്ങനെയാണോ ഭൗതികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിൻസിനോട് അടിമപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് ഒരു സാത്വികരായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ സാത്വികരായിട്ടുള്ള വ്യക്തികൾ ഈ ജ്ഞാന തൃഷ്ണയോട് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ. അപ്പം അവര് ഈ ജ്ഞാനപരമായിട്ടുള്ള സംസാരത്തില് ബന്ധിതരാകും. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയണ ഹേ അനഘ. ഓക്കെ, അനഘ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കുട്ടികൾക്കൊക്കെ അനഘ എന്ന് പേര് ധാരാളം കേട്ടിട്ടുണ്ടാവും. അനഘ പറഞ്ഞാൽ പാപമില്ലാത്തവനെ എന്ന് വെച്ചാൽ പ്യുവർ സോൾ. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള ഭഗവാൻ എന്തുകൊണ്ടപ്പോ അപ്പം ഭഗവാൻ അർജുനനെ ഈ സാത്വികം ബുദ്ധിയുള്ളവനെ എന്നാണ് പറയുന്നത്. ആ നഖ എന്താ പറയാൻ കാരണം? നിനക്ക് ആ ഒരു പ്യുവർ മൈൻഡാണുള്ളത്. എന്താ വെച്ചാൽ ആദ്യമേ തന്നെ അർജുനൻ പറഞ്ഞു, ശിഷ്യസ്തേഹം ഷാദിമാം ക്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാനിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. ആ ബുദ്ധി എപ്പോഴാണ്? ആ ഒരു സാത്വിക ബുദ്ധിയിൽ മാത്രമാണ് ആ ഒരു പൂർണ്ണ സമർപ്പണം സാധ്യമാണ്. അതുകൊണ്ട് ഇവിടെ അഭിസംബോധന കണ്ടു, ഏ അനഘ, നിനക്ക് ആ ഇതാണ്, നീ പ്യുവർ മൈൻഡാണ് ഉള്ളത്. അപ്പം ഈ സത്വഗുണത്തിന്റെ ബോണ്ടേജും ഡെഫിനിഷനും ഇത്തരത്തിലാണ്. ഇനി തുടർന്ന് രജോ ഗുണത്തിന്റെയാണ് 7ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. അപ്പൊ രജോ രാഗാത്മകം വിദ്ധി എന്ന് അറിയൂ. വിദ്ധി എന്ന് വെച്ചാൽ അറിയൂ. വിത്ത് എന്ന് പറഞ്ഞാൽ നോളജ് ആണ്. അപ്പം അറിവാണ് വിത്ത്. അപ്പൊ വിദ്ധി അറിയൂ. രജസ്, രജോ രാഗാത്മകം. അപ്പൊ രജോ ഗുണം അവരുടെ മനസ്സ്, രജോ ഗുണം എന്നുള്ളവരുടെ മനസ്സ് സദാ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും ഒരു എക്സ്ട്രോവേർട്ട്നെസ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ വേണം, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനസ്സ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ ശരീരത്തിൽ അവയവങ്ങൾ കൈയും കാലും വെറുതെ ഇരിക്കില്ല. അങ്ങനെ നമ്മൾ പറയില്ലേ, അവർക്ക് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒന്നുകിൽ അവർ കൈ കെട്ടി ഇരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് തിളച്ചു മറിയായിരിക്കും. അപ്പം അതാണ് രജോ ഗുണം. അതായത് പ്രവൃത്തി എന്നുള്ളത് 2 തലത്തിലാണ് അല്ലേ? നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ രജോ ഗുണ പ്രധാനികള് പ്രവൃത്തി പ്രധാനികളാണ്. അതേസമയം സത്വഗുണ പ്രധാനമുള്ള ആൾക്കാരെന്താണ്? അവര് നിവൃത്തി പ്രധാനികളാണ്. ഓക്കെ, അവർക്ക് നിവൃത്തി പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, അവർക്ക് ആ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള അവസ്ഥ, ഒരു വിത്ഡ്രോവൽ. അവർ പൊതുവെ ഇൻട്രോവേർട്സ് എന്ന് നമ്മൾ പൊതുവെ പറയുന്ന കാറ്റഗറിയിൽ തീർത്തും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നമ്മളെ തമോ ഗുണക്കാർ അവിടെ ഉണ്ട്. അപ്പം പൊതുവെ സത്വഗുണക്കാര് ഒരു ഇൻട്രോവേർട്സ് പൊതുവെ, ഓക്കെ, ജനറലൈസ് ചെയ്യല് പൊതുവെ എന്ന് പറയാം. പക്ഷെ അതേസമയം രജോ ഗുണക്കാര് പ്രവൃത്തി പ്രധാനമാണ്. അവർക്ക് പ്രവർത്തിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു കൂട്ട് ആൾക്കാർ വേണം, അവർക്ക് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ആരും ഇല്ലെങ്കിൽ ഒരു ഫോണെങ്കിലും വിളിച്ചിട്ട് മണിക്കൂറുകളോളം അവർ സംസാരിച്ചോളും. അതേസമയം സത്വഗുണക്കാർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം പറയും, വെക്കും. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇനി എന്താ പറയേണ്ടതെന്ന് അവർ ആലോചിക്കും. ഇനി എന്താ പറയാ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞില്ലേ എന്ന് നമുക്കൊക്കെ അറിയുന്നവര് നമ്മളെ തന്നെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനോ എന്ന് നോക്കാനും പറ്റും. രജോ ഗുണക്കാർക്ക് ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഭഗവാൻ പറയാണ് രജ രാഗാത്മകം. അപ്പം അവര് രാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, രാഗം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷം അതിന്റെ കൂടെ തന്നെ വരുന്നത്. അപ്പൊ രാഗാത്മകം, അവർക്ക് ഈ റിലേഷൻഷിപ്പ്, പാഷൻ, അറ്റാച്ച്മെന്റ് ഇതെല്ലാം കൂടുതലായിരിക്കും. അവർക്ക് ഈ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം വല്ലാതെ കൂടുതലായിരിക്കും. അപ്പം ഒരു പൊതുവെ പറയുകയാണെങ്കിൽ അവരൊന്ന് ഇരിക്കുകയാണെങ്കിൽ ഒരാളെ തൊട്ടിട്ടായിരിക്കും അവരിയ്ക്കുക. ഉറങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തലയണെങ്കിലും കെട്ടിപ്പിടിക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, ഇതൊന്നും തെറ്റ് എന്നുള്ളതല്ല, ദിസ് ഇസ് ജസ്റ്റ് ടു ഐഡന്റിഫൈ ദിസ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി. നമുക്കൊക്കെ ഉള്ള അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് പിന്നെ അതിന്
ഇതെന്നൊക്കെ നമുക്ക് ഒരു മോചനം വേണം. ആ മോചനം വേണമെങ്കിൽ ഇത് എന്താണെന്ന് ആദ്യം അറിയണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഈ കർമ്മയോഗം ഒരിക്കലും മോശം, എന്താ പറയാ, ഈ രജോ ഗുണം ആക്ച്വലി കർമ്മ പ്രധാനമാണ്. അപ്പൊ കർമ്മം പ്രധാനം എന്ന് വെച്ചാൽ അത് കർമ്മയോഗം അത്യാവശ്യമാണ് അല്ലേ മനുഷ്യർക്ക്. നമുക്ക് കർമ്മയോഗം ഉണ്ടെങ്കിലാണ് പഞ്ചമഹാ യജ്ഞം ചെയ്യാനും പറ്റുള്ളൂ. അതൊരു ആക്ടിവിറ്റിയാണ്. പഞ്ചമഹായജ്ഞം ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് കർമ്മയോഗം വേണം. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പം വേദാന്തം ഭഗവത്ഗീത പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സത്വഗുണം വേണം അല്ലേ. പഞ്ചമഹായജ്ഞം മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. നമുക്ക് വേദാന്ത പഠനം എന്നുള്ളതും തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പൊ രജോഗുണം സത്വഗുണം എല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷെ ഓരോന്നും അതിന്റെ ഗുണങ്ങളുടെ ഓരോന്നും നമ്മളെ സഹായിക്കും. അത് എപ്പോഴും ഓർക്കുക, ഒന്നും മോശം എന്നുള്ളതില്ല. അറിയാം, ബീങ് അവെയർ ഓഫ് ourselves, അതാണ് ലൈഫിൽ ഏറ്റവും സക്സസ്സിനുള്ള ആധാരം. രാഗാത്മകം വിധി. അപ്പൊ നാച്ചുറലി അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുക, തൃഷ്ണ ആസംഗ സമുദ്ഭവം. അപ്പം ഈ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് മൈൻഡ് ആവുമ്പം എന്താണ്, അപ്പൊ തൃഷ്ണ എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിന് വേണം നമുക്ക്. മെറ്റീരിയലിസ്റ്റിക് ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് സാമ്പത്തികവും അതേ പീപ്പിൾ റിലേറ്റഡും ആയിട്ടും നമുക്ക് കൂടുതൽ ബന്ധു വേണം, കൂടുതൽ ഫ്രണ്ട്സ് വേണം, കൂടുതൽ നെറ്റ്വർക്ക് വേണം എന്ന്. അപ്പം ആ പൊസിഷൻ ആൻഡ് പീപ്പിൾ ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പം ഈ രസം എന്താ വെച്ചാൽ, ഇപ്പോൾ സത്വഗുണമുള്ള ഒരു ഭർത്താവും രാജസീയ ഗുണമുള്ള ഭാര്യയും, അല്ലെങ്കിൽ സത്വഗുണമുള്ള ഭാര്യയും രാജസീയ ഗുണമുള്ള ഭർത്താവുമാണ് ഒരു വീട്ടിലെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. വളരെ എൻജോയ് ചെയ്ത് മാത്രമേ പറയാനും. സോ അപ്പം ഇവിടെ ആ തൃഷ്ണ അപ്പൊ നേടിയെടുക്കാനുള്ള തൃഷ്ണ ഉള്ളത് കൊണ്ട് ആ പ്രവർത്തന ഉന്മുഖരായിരിക്കും. പൊതുവെ അവര് വളരെ വർക്കഹോളിക് ആയിരിക്കും. അതുകൊണ്ട് ഈ വർക്കഹോളിക് ആയിട്ട് അവർക്ക് ഈ പൊസഷൻസ് വേണമെന്നുണ്ടാകുമ്പോൾ രണ്ട് തരമാണ്. ഒന്ന്, പുതിയ കാര്യങ്ങൾ അവര് പൊസഷൻസ് കൂടുതലായിരിക്കും. അപ്പം പുതിയത് നേടിയാലും പഴയതൊന്നും കളയാനും അവർക്ക് പറ്റില്ല, ഉപേക്ഷിക്കാനും പറ്റില്ല. ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിലും അതെ, ഒരു ഗിഫ്റ്റ് റാപ്പർ ആണെങ്കിലും അതെ, പഴയ പാത്രങ്ങളാണെങ്കിലും അതെ, ഉപകാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും വീട്ടിലെ യാത്രയ്ക്ക് കൊടുക്കാൻ പോലും അവരൊരു ചുരുങ്ങാതെ ഒരു 3 മാസം ആലോചിക്കും. അപ്പം ആ പൊസിഷനുമായിട്ട് അവർ അങ്ങനെ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ ദേ വിൽ ബി ആസംഗ എന്ന് പറഞ്ഞാൽ ആ ഒട്ടിപ്പിടിക്കൽ. ഓക്കെ. അപ്പം സമുദ്ഭവ, അപ്പം ആസംഗം അവിടെ ആ ഡിസയറിന് സോഴ്സ് ഓഫ് ഡിസയർ ആൻഡ് അറ്റാച്ച്മെന്റ്. അപ്പം ഒന്നുകില് വെദർ ഹി പൊസസ്സസ് ഓർ ഹി ഈസ് പൊസസ്ഡ് അല്ലേ. അപ്പം എങ്ങനെ അത് ബൈൻഡ് ചെയ്യുന്നു, തത് നിബധ്നാതി, അതെങ്ങനെയാണ് ബന്ധിക്കുന്നത്, അത് ആ വ്യക്തിയെ കർമ്മസംഗ, അയാളെ കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കിയിട്ട്, കർമ്മം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പം ഈ നമുക്ക് പറയാം, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ കർമ്മയോഗം വേണമെങ്കിൽ ഇത് വേണം, തീർച്ചയായിട്ടും വേണം. കർമ്മയോഗം ചെയ്താലാണ് ഉണ്ടെങ്കിൽ അവിടെ കർമ്മയോഗത്തിലൂടെ കടന്നു പോയാലാണ് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും തെറ്റല്ല. പക്ഷെ എവിടെയാണ് തെറ്റ് വരുന്നത്, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എത്രമാത്രം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് എത്രമാത്രം നമ്മൾ പൊസിഷൻസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു നേടിയാലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മൾ ജ്ഞാനയോഗത്തിലേക്ക് കടക്കാൻ മാത്രമുള്ള ആ ഒരു ട്രാങ്ക്വിലിറ്റി അത് നേടിയെടുക്കണം. അപ്പം ഒരു രാജസികമായിട്ട് ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും, ആ ഡൊമിനേഷൻ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ജ്ഞാനയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവര് നിത്യവും അമ്പലത്തിൽ പോവും, പക്ഷെ ഈ പറയുന്ന വേദാന്തമൊന്നും ഒരംശം പോലും അവര് തലയിൽ കയറില്ല. അവര് അമ്പലത്തിൽ പോവും, വേണമെങ്കിൽ ശയനപ്രദക്ഷിണവും ചെയ്യും, അത് ആക്ടിവിറ്റിയും ചെയ്യും. പക്ഷെ നമ്മള് ഈ വേദാന്തം, ഈശ്വര ജ്ഞാനം, യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്ന ഈ പരാവിദ്യ അവരുടെ തലമണ്ടയിൽ കയറുകയില്ല. അപ്പം ഈ ജ്ഞാനസംഖ്യേന ഒരു സത്വഗുണമുള്ള ആള് ജ്ഞാനമായിട്ട് സംഘമായിട്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ രജോ ഗുണമുള്ളവർ കർമ്മസംഖ്യേന ജായത, ഇയാള് കർമ്മവുമായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് അതില് ബന്ധിതനായിട്ടിരിക്കുകയാണ്. തുടർന്ന് ഇനി 8ാമത്തെ ശ്ലോകത്തില് തമോ ഗുണത്തിന്റെ കാര്യം പറഞ്ഞു.
തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിः തന്നിബധ്നാതി ഭാരത. അപ്പൊ ഈ തമോ ഗുണം അതും എവിടുന്നാണ്? അജ്ഞാനം. അത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? അജ്ഞാനം എന്നാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ മായ അഥവാ പ്രകൃതി, അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോ തമോ ഗുണം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ എന്താ പറഞ്ഞത്, ഒന്നെങ്കിൽ ദേ വിൽ ബി സ്ലീപ്പിംഗ് ഓൾവേസ് ഓർ സ്ലീപ്പി, ഇല്ലേ? ഒന്നെങ്കിൽ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇതാണ് സമോ ഗുണത്തിന് പ്രധാനമായ ലക്ഷണം. പക്ഷേ നമുക്കറിയാം ഉറക്കം എത്രമാത്രം പ്രധാനം. ഉറക്കം ഇല്ലാത്ത ആൾക്കാരോട് ചോദിച്ചു നോക്കും, ഒന്ന് ഉറങ്ങി കിട്ടാനുള്ള പ്രയാസം എന്താണ് എന്നുള്ളത്. ഉറങ്ങാൻ പ്രയാസമുള്ളവരുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവര് രാജസിക സ്വഭാവമുള്ളവർ, ആക്ടിവിറ്റി ഓറിയന്റഡ്. ഇതർ ടു തിങ്സ് ആണ്. ഒന്നെങ്കിൽ ശരീരം കൊണ്ട് ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആക്റ്റീവ് ആയിരിക്കും. മനസ്സുകൊണ്ട് ആക്റ്റീവായിട്ട് ഒരാൾക്ക് ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പം ഈ ഉറക്കത്തിന് ഏറ്റവും വലിയൊരു ബിസിനസ് തന്നെ ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസോംനിയ ഈസ് എ ഹ്യൂജ് പ്രോബ്ലം ഇൻ ടുഡേസ് വേൾഡ്. അപ്പം പക്ഷേ ഈ തമോ ഗുണത്തിന്റെ വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ അത് ഈ സത്വഗുണത്തെയും രജോ ഗുണത്തെയും വല്ലാതെ അങ്ങ് സപ്രസ് ചെയ്യും. ഇത് രണ്ടും നമുക്ക് വളരെ അത്യാവശ്യമായ ഗുണങ്ങളാണ്. സത്വഗുണവും രജോ ഗുണവും വളരെ അത്യാവശ്യമാണ് ഒരു ജീവിത വിജയത്തിന്. രജോ ഗുണം വളരെ വേണ്ട. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മനുഷ്യനായിട്ട് നമ്മൾ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലർക്കും പ്രൊവൈഡ് ചെയ്യണം. ആർക്കും പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രജോ ഗുണം വേണം. അതേപോലെ തന്നെ നമ്മൾ ജ്ഞാനം നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സ്കൂളിൽ പഠിച്ച് എന്തെങ്കിലും പറ്റിയ അറിവ് നേടണം, എന്തെങ്കിലും അപരാവിദ്യ നേടണമെന്നുണ്ടെങ്കിലും നമുക്ക് സത്വഗുണം വേണം. അപ്പൊ അതുകൊണ്ട് ഈ സത്വഗുണം രജോ ഗുണം വളരെ അത്യാവശ്യമാണ്. അത് രണ്ടിനെയും ഈ തമോ ഗുണം വല്ലാതെ അങ്ങ് സപ്രസ് ചെയ്യും. അതാണ് തമോ ഗുണം ഡോമിനന്റ് ആയാലുള്ള പ്രശ്നം. അതവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ആ കുട്ടികൾക്ക് പഠിക്കാൻ, ജ്ഞാനം നേടാൻ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് ശരീരം അനങ്ങിയിട്ടുള്ള, ദേഹം അനങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിനും, ഒരു ഓട്ടപ്പന്തയത്തിന് പോകണ്ട, അല്ലേ ഞാൻ അവിടെ ഇരിക്കുക പറയും. അല്ല ക്രിക്കറ്റ് കളിക്കാൻ വേണ്ട, ഞാൻ വരണോ എന്ന് ചോദിക്കും. മാക്സിമം അവർ കളിക്കുക വല്ല ക്യാരംസോ നേലൊന്നും ഒട്ടും അനങ്ങാത്ത വിധത്തിലുള്ള മാക്സിമം, അല്ലെങ്കിൽ ഷീട്ട് കളിക്കുക. നമ്മൾ നാട്ടുപുറത്തൊക്കെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷീട്ട് കളിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ വളരെ തമോ ഗുണപ്രദം. കളിക്കാൻ വലിയതായിട്ട് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, 1 വെച്ചാൽ 10 പോവും എന്ന തരത്തിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ചിന്താശക്തി തന്നെ അതിനൊരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ പറഞ്ഞു സത്വഗുണം എന്ന് പറഞ്ഞാൽ തന്നെ ആ ചിന്ത, ക്ലാരിറ്റി ഇൻ തിങ്കിങ് അത് ഇവർക്ക് ഉണ്ടാവില്ല. അവര് ഈ ജീവിതം, നമ്മളിപ്പോ പറഞ്ഞു ഒരു മനുഷ്യനായി ജനിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ വി ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ്. അവർക്ക് ആ ഒരു ചിന്ത, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ച്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിച്ചാലല്ലേ അത് അങ്ങനെ ചെയ്യണം എന്നുള്ള അറിയുള്ളൂ. അതിനവർ ചിന്തിക്കുന്നതേ ഇല്ല. പിന്നെ ഈ സമയം, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ സമയമാണ്. അപ്പൊ സമയത്തിന്റെ ആ ഒരു പ്രഷ്യസ്, അതിന്റെ വാല്യൂ അവർക്ക് ബോധറേഷനില്ല. അതിനെപ്പറ്റി അവർക്ക് ഒരു ബോധറേഷനേ ഇല്ല. ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ചെയ്യാവുന്ന ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം 10 മിനിറ്റ് ഭക്ഷണം ചെയ്ത് അവർ 1 മണിക്കൂർ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ആരോഗ്യത്തെ പറ്റി, ഹെൽത്ത് ആണല്ലേ ഏറ്റവും വലിയ വെൽത്ത്. അതിനെ പറ്റിയിട്ട് അവരുടെ തന്നെ സെൽഫ് കെയർ ആയിരിക്കാം. അപ്പം കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ എന്താ, ഒരു എക്സസൈസോ ഒരു ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ്സോ ഒന്നിനെ കുറിച്ചും ഉണ്ടാവില്ല. അതെല്ലാം ഈ എന്താണ്, അവർ തിങ്കിങ്ങിന് തന്നെ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് അപ്പം എന്താ പറയണത്, ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ തമോ ഗുണം എന്നുള്ളത്? അത് മോഹനാത്മകം. മോഹനം എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചന്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എന്നുള്ളതല്ല, അത് ഡെല്യൂഷൻ. ആകപ്പാട് ക്ലൗഡിയാണ് അവരുടെ തിങ്കിങ്. വളരെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ്. ഡെല്യൂഷൻ എക്സാക്ട് വേർഡ്. മോഹനാത്മകം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇൻ തിങ്കിങ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല. ഓക്കെ, ഐ ടു അച്ചീവ് ദിസ്, എത്ര മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഗെയിൻ ചെയ്യണം, ആരോഗ്യത്തിന്റെ ഗുണം എന്താണ്, നമ്മൾ നോളജബിൾ ആവണതിന്റെ ആവശ്യം എന്താണ്, അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ല. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പ്രവർത്തിക്കണമെന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ തമോ ഗുണത്തിന് പറയുന്നത് മോഹനാത്മകം. സോ അവര് ഇന്റൻസ്ലി ഡെല്യൂഡഡ്, അങ്ങനെയുള്ള വളരെ ആയിട്ടുള്ള തമോ ഗുണമുള്ള ആൾക്കാരായിട്ട് നമ്മൾ പറഞ്ഞില്ല. അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന്
പറഞ്ഞ് നേരെയാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ? നമ്മളും കൂടി ഒന്ന് മടിയന്മാരായിട്ടോ ഒന്ന് സ്ലീപ്പി ആയിട്ടോ അലസന്മാരായിട്ടോ മാറും. അത്രയ്ക്ക് കഴിവാണ് അവർ ദേ വിൽ വെരി മച്ച് ഏബിൾ ടു ട്രാൻസ്ഫർ ദറ്റ് കൺഫ്യൂഷൻ ടു അസ് ഓൾസോ. അപ്പൊ തമോ ഗുണം നമ്മളെ ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രമാദം എന്ന് വെച്ചാൽ തമിഴിലെ പ്രമാദമായിരിക്കുക അല്ല. പ്രമാദം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആ നെഗ്ലിജൻസ്, കെയർലെസ്നെസ്, അതാണ് പ്രമാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലസ്യം എല്ലാവർക്കും അറിയാം, ലേസിനെസ് അല്ലേ. പിന്നെ നിദ്ര എന്താ ഒന്ന് പറഞ്ഞു, ഇതർ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുക. അപ്പൊ നിദ്ര ഇത് മൂന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജാഗ്രത അവസ്ഥ അല്ലെ. മനുഷ്യർ എന്താണ് 3 അവസ്ഥയാണ് പൊതുവെ: ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. പിന്നെ തുരിയൊക്കെ ജ്ഞാനികൾക്കുള്ളതാണ്. അപ്പൊ ഇവർ ഈ ജാഗ്രത അവസ്ഥ തന്നെ അവർക്ക് വളരെ കുറവാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് പൊതുവെ പറയും, നിങ്ങൾ അവരെയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ദിവസം ഒത്തിരി നേരം മെഡിറ്റേറ്റ് ചെയ്യുന്നൊന്നും ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ആ മെഡിറ്റേറ്റ് ചെയ്യണം അതും അവരൊന്ന് സ്വഭാവമായിട്ടൊന്ന് കൂർക്കം വലിച്ചിട്ടാണ് ഉറങ്ങാനുള്ള ഒരു അവസരമായിട്ട് കാണും. അപ്പം ഒരു താമസികമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ നമുക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാം എന്ന് വെച്ചാൽ അത് ശരിക്കും കുടുംബത്തിന് അവരെ എല്ലാം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യാൻ സമ്മതിക്കാതെ അവരുടെ അടുത്ത് പോയി വാങ്ങി കൊണ്ടുവരാൻ തന്നെ വേണം. അവരെ ഓരോരോ എന്തെങ്കിലും പണികളായിട്ട് ചെയ്യിച്ച് അവരെ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാം. നമ്മൾക്ക് പൊതുവെ ചിന്തിക്കാനുള്ളത് അവനവൻ്റെ ഫ്രീഡം ആയത് കാരണം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മൾ ഈ ബാഹ്യ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കയ്യും കാലും കൊണ്ട് പ്രത്യേകിച്ച് പണിയെടുപ്പിക്കാൻ ശ്രമിക്കും. കയ്യും കാലും കൊണ്ട് പോലെ അവർ സംസാരിക്കാനും മടിയന്മാരായിരിക്കും പൊതുവെ. അപ്പം അതും മാറ്റിയെടുക്കാൻ നമുക്ക് കൂടുതൽ വർത്തമാനം പറയിപ്പിക്കുക, കൂടുതൽ നടത്തിപ്പിക്കുക, കൂടുതൽ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് ആ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവരെക്കൊണ്ട് ആകെ ഒരു അഡ്വാൻറ്റേജ് എന്താ അറിയോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുണ്യ പാപങ്ങൾ അക്വയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ സത്യമല്ലേ? ബിക്കോസ് അവർക്ക് ആക്ടിവിറ്റീസ് ചിന്താപരമായിട്ടും ആക്ടിവിറ്റി കുറവാണ്, ശരീരപരമായിട്ടും ആക്ടിവിറ്റി കുറവാണ്. അതൊരു ഗെയിനായിട്ട് കരുതാൻ പറ്റില്ല തമോ ഗുണമുള്ളവർക്ക്. അതിപ്പം എന്തുകൊണ്ട് ഗെയിനായിട്ട് വരില്ല? ഒരു പട്ടിയോ പൂച്ചയൊക്കെയും അങ്ങനെ തന്നെയാണ്. അവർക്കും കർമ്മം ഇതല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പട്ടിയും പൂച്ചയും ചിന്തിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നേടുന്നില്ല, കർമ്മം ഉണ്ടാവുന്നില്ല. അപ്പം അതുകൊണ്ട് അതൊരു നല്ലൊരു വശമായിട്ട് എടുക്കാനും പറ്റില്ല. തുടർന്ന് 9ാമത്തെ ശ്ലോകം. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുത. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ 3 ബന്ധനങ്ങളെയും ഭഗവാൻ ഒന്നുകൂടെ ഒന്ന് ക്യാപ്സ്യൂളായിട്ട് ഒരു നക്ഷലിൽ പറയുകയാണ്. അപ്പം എങ്ങനെയാണ് ഓരോ ഗുണങ്ങളും എങ്ങനെ ബന്ധിക്കുന്നു? ഓക്കെ, ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡിക്ഷൻ ആണെന്ന് പറഞ്ഞു, നമ്മൾ അതിന് അടിമപ്പെടുകയാണ്. ഓക്കെ, അപ്പം സത്വത്തിന് എന്താണ്? സത്വഗുണത്തിന് ബന്ധിക്കുന്നത് അസുഖം അവസ്ഥയാണ്. സുഖാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വൈറ്റ് ട്രാങ്ക്വിൽ ആയിട്ടുള്ള സെക്ലൂഡഡ് ആയിട്ടുള്ള അവസ്ഥ, അതാണ് സുഖം. അത് ബന്ധിക്കുന്നു. അതേപോലെ തന്നെ രജോ ഗുണത്തിന് എങ്ങനെ ബന്ധിക്കുന്നത്? കർമ്മസംഖ്യേന. അവരെപ്പോഴും they are so much addicted to doing something physically or mentally. Okay, they are so addicted to that. ചില ആൾക്കാർ or they will be addicted to physically, mentally എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ട് അറിയോ? will be addicted to that thinking and also to they'll be addicted to they are so addicted to people അല്ലെ. അപ്പോൾ ചില ആൾക്കാരുമായിട്ട് അവരങ്ങോട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും, അവരില്ലാതെ പറ്റില്ല. അതും ബോണ്ടേജ് തന്നെയാണ്. ഇനി തമോ ഗുണം അത് പ്രമാദം. ഓക്കെ, പ്രമാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് കെയർലെസ്നെസ്, ഓക്കെ, ഡെല്യൂഷൻ, നെഗ്ലിജൻസ്. അപ്പം അവർ ഒരു പ്രവൃത്തി അവർക്ക് ആ പ്രമാദം കൊണ്ട് ലാക്ക് ഓഫ് അറ്റൻഷൻ, അവർക്ക് ശ്രദ്ധ പറഞ്ഞൊരു വിഷയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ജോലിയും ഒരു ഹോൾ ഹാർട്ടഡ്ലി അതിൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ജ്ഞാനം അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ ഡിസ്ക്രിമിനേറ്റീവ് പവർ അവർ അതിന് അത് മറഞ്ഞിരിക്കുകയാണ്. ഡിസ്ക്രിമിനേറ്റീവ് പവർ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജ്ഞാനം ആവൃത്യ, അതുകൊണ്ട് അവർ ഇറസ്പോൺസിബിൾ. കൂടുതൽ നമുക്ക് അടുത്ത് കാണാം. അടുത്ത ആഴ്ച ഉണ്ടാവുമെന്ന് അറിയില്ല.
ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः।